ചേട്ടൻ ചേട്ടൻ കല്യാണം വിളിച്ചിട്ടുണ്ട്. കഴിച്ചു കഴിഞ്ഞിട്ട് ആ സ്റ്റേജിനടയ്ക്ക് വന്നിട്ടാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്ന ഒരു കല്യാണത്തിന്റെ ഒരു റിസപ്ഷനിലാണ് ഞാൻ കേട്ടത്. ആൻഡ്രോ ചേട്ടൻ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മുടെ ആ കാറ്ററിംഗ് സർവീസിന്റെ ആ ഒരു പ്രത്യേകത ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഞങ്ങള് ഏകദേശം തുടങ്ങിയിട്ട് 17 വർഷമായി കാറ്ററിംഗ് തുടങ്ങിയിട്ട്. വളരെ ചെറിയ ലെവലിലുള്ള വർക്കുകൾ തുടങ്ങിയോണ്ടാണ് ആദ്യമേ തുടങ്ങിയത്. സ്വന്തമായിട്ടുള്ള റെസിപ്പികൾ, മസാലക്കൂട്ടുകളെല്ലാം സ്വന്തമായിട്ട് തന്നെ മസാലകളെല്ലാം ചെയ്തുകൊണ്ട് സ്വന്തമായിട്ടുള്ള റെസിപ്പികളിൽ ചെയ്യണം. ഇപ്പോഴും ഈ 17 വർഷമായിട്ട് ജനങ്ങളുടെ ഇടയിലുള്ള ഒരു അഭിപ്രായം ഒരു ഹോംലി ഫുഡാണ്, വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന പോലെയുള്ളത്, ഒരു ഹൈജീൻ ആണെന്നുള്ളത്, ഒരു 4 സ്റ്റാർ റേറ്റിംഗ് ഉള്ള കാറ്ററിംഗ് ആണ് ഞങ്ങളുടേത്. അപ്പോൾ ആ രീതിയിലുള്ള അഭിപ്രായങ്ങളാണ്. ഇന്ന് ആ ചെറിയ വർക്കുകൾ വിട്ടുകൊണ്ട് ഇന്നിപ്പോൾ എത്ര വലിയ വർക്കുകളും ചെയ്യാവുന്ന ലെവലിലേക്ക് എത്തി അല്ലേ? പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. അവിടെ കൃത്യമായിട്ട് ഇത് അവിടെ കണ്ടത്, അവിടെ ആ മക്കൾക്ക് ഗൈഡൻസ് കൊടുത്ത് എങ്ങനെയൊക്കെ വേണം ഇത് കൺട്രോൾ ചെയ്യേണ്ടത് എന്നൊക്കെ പഠിപ്പിക്കുക തന്നെയാണ് അല്ലേ? അപ്പൊ ഇന്നത്തെ ഇവിടുത്തെ ഫുഡിന്റെ പ്രത്യേകതകളൊക്കെ എന്തൊക്കെയാണ്? ഇന്നത്തെ ഇവിടുത്തെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട മലബാർ ദം ബിരിയാണി ഇവിടെ നിന്നുണ്ട് സ്പെഷ്യലായിട്ട്. പിന്നെ തനി നാടൻ മട്ടൻ കറി, അതായത് വീടുകളിൽ നിന്ന് ഞങ്ങൾ മട്ടൻ കളക്ട് ചെയ്യുന്നത്, തൃശ്ശൂർ അറിയപ്പെടുന്ന വീടുകളിൽ നിന്ന് മാത്രം മട്ടൻ കളക്ട് ചെയ്യുന്ന സുരേഷ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് മട്ടൻ മേടിച്ചിട്ടാണ് ഞങ്ങൾ പാചകം ചെയ്യുന്നത്. അപ്പൊ അതിന് നാടൻ മട്ടൻ എന്ന് പറഞ്ഞ വീടുകളിൽ നിന്ന് വളർത്തുന്ന ആടുകളുടെ രുചിയും ഫാമിൽ വളരുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പൊ ആ രുചിയാണ് ഞങ്ങൾ പ്രത്യേകിച്ച് മട്ടനിൽ ഞങ്ങൾ എല്ലാവരും പ്രത്യേകിച്ച് ഹൈലൈറ്റ് എടുത്ത് പറയുന്നത്. അപ്പൊ ആ ഒരു മട്ടൻ കറി ഇന്നത്തെ ഇതിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ എഗ് ഫ്രൈഡ് റൈസ്, അതുപോലെ തന്നെ അപ്പം, ലൈവ്, ഒരുപാട് ഐറ്റംസ് വിഭവങ്ങൾ ഇന്നത്തെ. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ വേണമെങ്കിലും ഇപ്പോൾ ഒരു കല്യാണം നടത്താനായിട്ട് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ നമ്മുടെ ആൻഡ്രോ ചേട്ടനെ വിളിച്ചോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ പറയുക, ഒരു സദ്യ ആണെങ്കിൽ അങ്ങനെ സദ്യ ഫുള്ളായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് കൃത്യമായിട്ട് ചെയ്തു തരും അല്ലേ? നമ്മുടെ സ്ഥലം എവിടെയാന്ന് പറഞ്ഞേ? തൃശ്ശൂര് വരന്തരപ്പള്ളി വില്ലേജ്. അതെ അല്ലേ? ഇതിപ്പോ ചുവന്ന കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും വർക്ക് ചെയ്തു കൊടുക്കും. കേരളത്തിന് പുറത്ത് ഇപ്പൊ ബാംഗ്ലൂർ, കോയമ്പത്തൂരൊക്കെ ചെയ്യുന്നു, എല്ലായിടത്തും ഉണ്ട്. അപ്പൊ നിങ്ങളുടെ വീട്ടിലെ ചെറുതും വലുതുമായിട്ടുള്ള എന്ത് പരിപാടി ആയിക്കോട്ടെ, നേരെ ജർമ്മൻ എന്ന് പേരുള്ള കാറ്ററിംഗ് സെന്റർ ആണ്. ആ പേര് വരാൻ കാരണം എന്താ? അത് ജർമ്മൻസ് എന്റെ ഒരുപാട് സ്നേഹിതരുണ്ട്. ജർമ്മൻകാരെ എന്നെ കാണാൻ വേണ്ടി എല്ലാ വർഷം 7-8 ഫാമിലികൾ ഇവിടെ വന്നുണ്ട്. പഴയ ജർമ്മൻ ഡിഷുകൾ പറഞ്ഞു കഴിഞ്ഞാൽ പല ജർമ്മൻ ഡിഷുകൾ ഞാൻ ചെയ്യുന്നു. കാരണം ഞാനൊരു എക്സിക്യൂട്ടീവ് ഷെഫായിരുന്നു ബഷാർ ഹോട്ടലിൽ. അപ്പൊ അത് കാരണം കൊണ്ട് സാധാരണ സ്വന്തമായിട്ടുള്ള റെസിപ്പികളാന്ന് പറയുന്നത് ഭക്ഷണം പാചകം ചെയ്യണേ. ആരും കോപ്പിടിച്ചുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ അതിന്റെ ഒരു ഗുണം കിട്ടും. പിന്നെ ഹൈജീനിക് ആയിട്ടാണ് ഇവിടെ കൃത്യമായിട്ട് ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല്യാണ കാതുകുത്ത് എന്ത് പരിപാടി ആയിക്കോട്ടെ, ചെറുത് വലുതുമായിട്ടുള്ള എന്ത് പരിപാടി ആയിക്കോട്ടെ, ആൻഡ്രോ ചേട്ടനെ വിളിച്ചോ, നിങ്ങൾക്ക് ഭംഗിയായിട്ട് ആള് ഈ ഒരു സംഭവം ചെയ്തു തരും അല്ലേ? എന്തെങ്കിലും പറയണ്ട? ഇല്ല, ഒന്നുമില്ല. അപ്പൊ അടിപൊളിയാക്കുന്നത്. ഓക്കെ, താങ്ക് യു.